മന്ത്രി എന്നത് ഒരു പദവിയല്ല, ജനാധിപത്യത്തിൽ ഒരു കാവൽക്കാരന്റെ സ്ഥാനമാണ് മന്ത്രിക്കുള്ളത്. ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ 3ാമത് വാർഷിക ആഘോഷവും ഹാസ്യ സാമ്രാട്ട് എസ്.പി. പിള്ള പുരസ്കാര വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനോട് ഏറ്റുമാനൂർ KSRTC ഡിപ്പോ ആക്കണമെന്ന് ആവശ്യമുന്നയിച്ചിരുന്നു. നിലവിൽ KSRTCയിൽ ഫണ്ടില്ലെന്നും KSRTCയിലെ ഓരോ നടപടിക്രമങ്ങളും സൂക്ഷ്മതയോടെ പലവട്ടം ആലോചിച്ചു വേണം ചെയ്യാനെന്നും മന്ത്രി പറഞ്ഞു. KSRTCയിൽ ജീവനക്കാർക്ക് കടം വാങ്ങിയാണ് ശമ്പളം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പിരുന്ന മന്ത്രിമാർ സബ് ഡിപ്പോകൾ വെട്ടിക്കുറച്ചുവെന്നും കയ്യടി വാങ്ങാനുള്ള പ്രഖ്യാപനം നടത്തുന്നതിൽ അർത്ഥമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. KSRTCയുടെ പൊതുമുതൽ ദുരുപയോഗം നടത്തുവാൻ സാധിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജനകീയ സമിതി ബസ് സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞു, വെള്ളം പറയുന്ന സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് പറയുന്നത് KSRTCയിൽ ഒന്നും പണിയാൻ പൈസ ഇല്ല എന്നുള്ളത് കൊണ്ട്. പിന്നെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഒരു കെട്ടിടം വെച്ച് തരാൻ. കെട്ടിടം കൊണ്ടായില്ല, കാരണം നമ്മൾ അതിനകത്തൊരു 10-25 സ്റ്റാഫിന് അതിനുള്ള പൈസ കൊടുക്കാനുള്ള പൈസ KSRTC ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മുമ്പിരുന്ന മുൻഗാമികളും എനിക്ക് മുമ്പിരുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ സബ് ഡിപ്പോകളെല്ലാം വെട്ടി കുറച്ചുകൊണ്ടിരിക്കും. ഞാനായിട്ട് ഇനി അത് തുറന്നു വയ്ക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴത് നേരെ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ കടം വാങ്ങിച്ചിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് ഈ ഒരു മന്ത്രിക്ക് ഒരു ബസ് ചോദിച്ചാൽ, ഞാൻ 2001 ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു, അന്നൊരു ബസ് ചോദിച്ചാൽ ശരി നാളെ ഒരു ബസ് വരും എന്ന് പറയാമായിരുന്നു അന്നത്തെ മന്ത്രി. പക്ഷേ ഇന്നത്തെ മന്ത്രിക്ക് 10-15 പ്രാവശ്യമെങ്കിലും ആലോചിക്കാതെയും പഠിക്കാതെയും ഒരു ബസ് പ്രഖ്യാപിക്കാൻ പറ്റും. അതാണ് എൻ്റെ സ്ഥിതി. നമ്മൾ സത്യത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എനിക്കൊരാളാകാൻ വേണ്ടി ഒരു കൈയടി കിട്ടാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചത് തന്നിരിക്കുന്നുവെന്ന് പറയാൻ പറ്റുന്ന ഞാനാളല്ല. അത്തരം കൈയടികൾക്ക് അർത്ഥമില്ല. നമ്മളിരിക്കുന്ന സാധനങ്ങൾ ഇത് വല്ലവൻ്റെയും കയ്യിരിക്കുന്ന സാധനം പൊതുമുതലാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുത്തു വെച്ച് ദുരുപയോഗം ചെയ്യാനുള്ളതല്ല. വളരെ ശ്രദ്ധയോടെ ഭരിക്കുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു പൗരൻ്റെ ടാക്സ് കൊടുത്തിട്ടുള്ള സാധനം ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഒരു ജനാധിപത്യത്തിൽ ഒരു കാവൽക്കാരൻ്റെ റോള് മാത്രമേ ഒരു മന്ത്രിക്കുള്ളൂ. ആ മന്ത്രി ഒരു അധികാരിയല്ല. മന്ത്രി ജനങ്ങൾക്ക് വേണ്ടി ഈ കാണുന്ന ജനത്തിൻ്റെ സ്വത്തായ എല്ലാത്തിൻ്റെയും ഒരു കാവൽക്കാരനാണ് മന്ത്രി എന്ന് വിശ്വസിക്കുന്നതാണ്. താൽക്കാലികമായ ഒരു വാച്ചറായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അത് നേരെ അപ്പോൾ ആരും മോട്ടിക്കൊണ്ട് പോകാതെയും ആരും കണ്ടുകൊണ്ട് പോകാതെയും നോക്കുക എന്നുള്ള ജോലി മാത്രമേ മതി. അതായത് മന്ത്രി എന്ന് പറയുന്ന വലിയൊരു പദവി വലിയൊരു അധികാരമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് നോക്കി നടത്താനുള്ള ഒരു ചുമതലക്കാരനായി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിന് ശേഷവും ഇതുണ്ടാവും, നമ്മളങ്ങ് പോകും. ഇതിനുശേഷവും ഈ പ്രസ്ഥാനവും ഈ നാടും ഒക്കെ ഉണ്ടാവും. i4U ന്യൂസ്, ഏറ്റുമാനൂർ.